ഏതെങ്കിലും വെടി കെട്ടിച്ച് കെട്ടിയാൽ മതി നമുക്ക്. ഞാൻ പോകുന്നില്ല. പോണില്ലേ നീ? ആ ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ലേ? എടി അവനോടും വന്നിട്ടുണ്ട് കേട്ടോ കാനഡയിൽ നിന്ന്. ഫ്ലൈറ്റിലാ. നീ എപ്പോഴാ കൊച്ചിനെ കാണാൻ വരുന്നേ? ആ ആലീസേ, ഞങ്ങള് വരാ കേട്ടോ. ആ കേട്ടോടി, നിന്റെ കൂടെ പഠിച്ച പെണ്ണാ. അവള് പഠിച്ച് ജോലി വാങ്ങി കാനഡയ്ക്ക് പോയിട്ട് അവിടെ ഒരു ചെറുക്കനെ കല്യാണം കഴിച്ച് കൊച്ചിനെയും കൊണ്ട് ഫ്ലൈറ്റിലാ തിരിച്ചു വരുന്നേ. അറിയോ? കാനഡയിൽ നിന്ന് ഫ്ലൈറ്റിലേ വരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് 5:50 ജനശതാബ്ദിക്കൊന്നും വരാൻ പറ്റില്ല. വായിക്കേറി വർത്താനം പറയല്ലേ. അവരിത് അടുത്ത മാസം ആലീസിനെയും കൊണ്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കുക. ഞാനൊക്കെ ഇവിടെ കിടന്ന് നരകിക്കേ ഉള്ളൂ നിന്നും കൊണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണേ? ഞാൻ പെറ്റാ മതിയോ? കല്യാണത്തിന് മുന്നേ വേണ്ടതീനം കാണിച്ച കൊന്നോളി ഞാൻ നിന്നെ. അമ്മേ, അവൾ ഈ നാട്ടിൽ നിന്ന് പഠിച്ച് ജോലി കിട്ടിയിട്ടാണ് കാനഡയിൽ പോയത്. അവിടെയുള്ള ഒരു ചെറുക്കനെ ഇഷ്ടപ്പെട്ടത് കെട്ടി ഇപ്പൊ ഒരു കുട്ടിയായി. ഞാൻ അതുപോലെ 2 കാലം നിന്നിട്ട് കല്യാണം കഴിച്ചോളാം. നീ കുറെ കാലം ഈ 2 കാലിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞു. നീ എന്തിനാണ് ഈ 2 കാലിൽ നിൽക്കുന്നത്? ഈ അച്ഛനും അമ്മയും സമ്പാദിച്ചു വെച്ചൊക്കെ നിനക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. എന്റെ സ്വർണ്ണാണെ അതേപോലെ ഉണ്ട്. പിന്നെ അച്ഛന്റെ FD മൊത്തം നിനക്കുള്ളതാ. സ്ത്രീധനം. സ്ത്രീധനല്ല ജോക്കൂട്ട, ഇതൊരു കടമയാ. അമ്മയെ അവസാനം ഈ കടമ കാരണം അമ്മ കടത്തിലാവും. എന്റെ പൊന്നമ്മ, അമ്മേനെ പോലുള്ളവരാണ് ഈ സമൂഹത്തിന്റെ നാശം. അമ്മ ഈ TV-യിലൊന്നും പെൺപിള്ളാരെ തല്ലിക്കൊല്ലുന്നൊന്നും കാണുന്നൊന്നുമില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഇന്നാളൊരു തന്ത TV കയറി നെളിഞ്ഞു പറയാ അങ്ങേർക്ക് അറിയായിരുന്നു പോലും മകളെ പീഡിപ്പിക്കുന്ന കാര്യം. എന്നിട്ട് അങ്ങേര് പറഞ്ഞു അത്രേ, സഹിക്ക. കയ്യും കാലം വളർന്നപ്പോഴേക്കും നീ അങ്ങോട്ട് തന്നേനെന്നുള്ള നീ കുറ്റം പറയാനായില്ലടി. എന്റെ പൊന്നെ, എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ച് ഡിപ്രഷൻ വരും. എന്താ? അയ്യോ, ഇനി അതീ പിടിച്ച് കയറി തൂങ്ങണ്ട. ഈ വിഷാദ രോഗം എന്നൊക്കെ പറയില്ലേ? നിനക്ക് എന്താടി വിഷാദം? അമ്മേനോട് പറയാൻ പറ്റാത്ത എന്തെന്റെ പോക്കുള്ളത്? എന്റെ പൊന്നോ, നിങ്ങളുടെ ട്രോമ കാരണം വരുന്നതാണ്. ട്രോമയാ? ട്രോമയല്ല, ഇതൊക്കെ വന്നിന്റെ ഡ്രാമയാണ്. എടി, അങ്ങനെയാണ് നീ കഴിഞ്ഞ ആഴ്ച വന്ന UK കാരന്റെ ആലോചന എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? നിനക്ക് ഈ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. എന്റെ പൊന്നമ്മ, UK-ലെ കാര്യം അമ്മയ്ക്ക് എന്ത് തേങ്ങ അറിയാം? അവിടെ ഉള്ളവന്മാരെ പണിയില്ലാതെ പട്ടിണി കിടക്കാം. ഞാനും കൂടി പോയി പട്ടിണി കിടക്കാം. എനിക്ക് ഈ നാട്ടിലുള്ള ഈ പരിസരത്തുള്ള ആരെങ്കിലും കിട്ടിയാൽ മതി. ഈ അടുത്തുള്ളവനെയോ? എടി, ഈ അടുത്ത് കിടന്ന് ഇങ്ങനെ നരകിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇത്രയും കാലം ഞങ്ങൾ പൈസ ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചത്. അല്ല, നീ എന്തിനാണ് ഈ അടുത്ത് കിടക്കുന്നത്? നീ അപ്പൊ ആരോ കണ്ടുവച്ചിട്ടുണ്ട്. ഈശ്വര, എനിക്ക് വയ്യ. ഇവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? അമ്മയ്ക്ക് ഇപ്പൊ ഒരു സാധനം തോന്നിയില്ല? അതാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ